തിരഞ്ഞെടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു തവണ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ പ്രയോജനം ചെയ്യും, നല്ല മാർക്ക് നേടാനും കഴിയും. മനോഹരമായ ഒരു കവിതയോടുകൂടെയാണ് ദുറൂസിലെ ഒന്നാമത്തെ നളാഫത്ത് എന്ന പാഠം ആരംഭിക്കുന്നത്. കവിതയുടെ അവസാന വരി ഇങ്ങനെയാണ്: ഖൽബിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും, നല്ലവരായി നടന്നിടും. ഇത് പാടിയത് കൽബിനെ അശുദ്ധമാക്കുന്ന പല അസുഖങ്ങളുടെ അറബി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ മലയാളം അറിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അസദ് എന്ന് പറഞ്ഞാൽ അസൂയ, റിയാ കാപട്യം, ഷിർക്ക് പങ്കുചേർക്കൽ, അള്ളാഹുവിനെ മറ്റൊന്നിനോട് പങ്കുചേർക്കൽ. ഈ പാഠത്തിലെ മറ്റൊരു പ്രധാന പോയിന്റാണ് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. എഴുതുന്നത് ശ്രദ്ധിക്കണേ. നളിഫു അഫ്നിയത്തക്കും, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹദീസും അർത്ഥവും പഠിക്കുക. ഇനി നമുക്ക് തെദരീവാത്തിലേക്ക് വരാം. 1. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ: മിസ്വാക്ക് ചെയ്യുക, നഖം മുറിക്കണം, കുളിക്കണം. 2. വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ: വസ്ത്രം നന്നായി കഴുകണം അഥവാ അലക്കണം. 3. പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തൊക്കെയാണ്? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. 4. ഖൽബ് വൃത്തിയാവാൻ നാം കിബർ, ഹസദ്, റിയാ, ഷിർക്ക്, ഇതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞു, തുടങ്ങിയവയെ തൊട്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. 2. പാഠം എൻ്റെ വീട്, പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏതു കാല് മുന്തിക്കണം? ഇടതുകാൽ മുന്തിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി, ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. 3. വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാൽ മുന്തിക്കണം? വലതുകാൽ മുന്തിക്കണം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വളരെ എളുപ്പമാണ്. ആദ്യം ഒരു ബിസ്മില്ല, പിന്നെ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പഠിച്ചു വെക്കുക. ഈ 2 ദിക്റും ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. 5. വീട്ടിൽ പാലിക്കേണ്ട അദബുകളിൽ നിന്ന് 3 എഴുതുക. വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക അഥവാ അമിത ഉപയോഗം. ശൗചാലയം, അടുക്കള, വീടിൻ്റെ ചുമർ, മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക. ഇതും പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. അടുത്തത്, കൊതുക് വീടിന് പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക, റെഡിയാക്കി വെക്കുക. ഇതൊക്കെ വീടിൻ്റെ പാലിക്കേണ്ട അദബുകളിൽപ്പെട്ടതാണ്. 3